നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ ബെല്ലടിച്ചല്ലോ, ഞാനിപ്പോ ഇതിനോട് സംസാരിക്കുന്നേ. ആ അത് ശരി. അപ്പൊ സാറ് നല്ല രാത്രി നല്ല ഫിറ്റ് ആയിരുന്നല്ലേ? കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല. എന്ത് കാര്യം സാറേ? ദർശന രക്ഷപ്പെട്ട കാര്യം. നീ എന്താ പറഞ്ഞേ? അവള് രക്ഷപ്പെട്ടെന്നോ? അതെ സാറേ. എങ്ങനെ? താങ്കളുടെ സസ്പെൻഷൻ ഓർഡറാണ്. സാറേ, ദർശനയ്ക്കെതിരെ ഇന്ന് എല്ലാ പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 1-2 പേരെ കാണാനുമില്ല. ആ ദർശന ആരെയും വെറുതെ വിടില്ല. സാറ് സൂക്ഷിച്ചോ. ഞാനിപ്പോ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുക. കുറച്ച് കഴിഞ്ഞ് ഞാൻ സാറിനെ ഒന്നുകൂടെ വിളിക്കാം. മിന്നൽ രാജുവിനെ കൊന്നത് ഇയാളാ. ഞാൻ IPS കാരി ആവുന്നത് തടയാനാ ഇയാൾ ഇതെല്ലാം ചെയ്തത്. ദ്രോഹി, നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? ചേച്ചി, ചേച്ചി, ഞാൻ അയ്യോ ചേച്ചി, ചേച്ചി ഞാനൊന്നും ചെയ്തിട്ടില്ല ചേച്ചി. ഞാൻ പറയുന്നൊന്ന് കേക്ക് ചേച്ചി. ഈ കുടുംബത്തെ ചതിച്ച നീ ഇനി ജയിലിൽ കിടക്കണം. ചേച്ചി, അയ്യോ നിന്നെ എനിക്കിനി കാണണ്ട. പ്ലീസ് ചേച്ചി, ചേച്ചി. സർ, ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഇവനാണ് പ്രതി. ചേച്ചി, ചേച്ചി ഞാനൊന്ന് പറയട്ടെ ചേച്ചി. ഒന്ന് പറയുന്ന കേക്ക് ചേച്ചി. അയ്യോ ചേച്ചി, പറയേച്ചി, എന്നെ കൊണ്ടുപോകണം പറയേച്ചി. ചേച്ചി ഒന്ന് പറയേച്ചി. ചേച്ചി, ചേച്ചി. സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ കൊണ്ടുപോകണം സാർ. സാർ എന്നെ കൊണ്ടുപോകണം സാർ. ചേച്ചി, ചേച്ചി, ചേച്ചി. സാറേ, സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. അയ്യോ സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. അയ്യോ സാറ്. എന്താ ഇത്? രക്ഷപ്പെട്ടു, അവള് രക്ഷപ്പെട്ടു. ഇത് നിങ്ങൾ ഇപ്പോഴാണോ അറിയുന്നേ? ഇന്നലെ രാത്രി ഞാൻ ഇത് പറയാൻ വന്നപ്പോ നിങ്ങൾ ലെക്കും ലെഗാനും ഇല്ലാതെ ബോധം കെട്ട് കിടക്കായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ പറയാനാ? ചതിച്ചതേ നിങ്ങളുടെ ചേച്ചി തന്നെയാ. കൊല്ലും, കൊല്ലും, കൊല്ലും ഞാൻ എല്ലാത്തിനും. അതിന് ഞാൻ എന്ത് ചെയ്തു? പോയി അവളുടെ കഴുത്തിന് പിടിക്കും. അല്ലെങ്കിൽ ആ തോക്കെടുത്ത് നേരെ നിങ്ങളുടെ ചേച്ചിയെ വെടിവെച്ച് കൊല്ല്. ഭ്രാന്ത് കാണിക്കേണ്ടത് എന്നോടല്ല.
നിങ്ങൾ ആദ്യം പോയി തലയിൽ തണുത്ത വെള്ളം ഒഴിച്ച് പോയി കുളിക്ക്. ആദ്യം ഒന്ന് ബോധം വരട്ടെ. പറയട്ടെ, എന്താ ഈ കാണിക്കുന്നേ? പറയട്ടെ. ശ്ശോ, വേണ്ട, വിട്. നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? വിട്. തോരാനല്ലേ പറഞ്ഞു? തോരാൻ. പറയട്ടെ, പറയട്ടെ, വേണ്ട. വിട്. എനിക്കിനി ജീവിക്കണ്ട. പറയട്ടെ. അവളുടെ മുന്നിൽ തൊട്ടിട്ട് ഞാൻ ഇനി ജീവിക്കില്ല. പറയട്ടെ, മോളെ പിടിച്ച് വാങ്ങിച്ച വീട്. വിട്, വിട്, വിട്. വേണ്ടത്. വിട്, പറയട്ടെ, പറയുന്നത് കേൾക്ക്. അച്ഛൻ സൂക്ഷിക്ക്. വിട്. വിട്, അച്ഛൻ. പറയട്ടെ, പറയട്ടെ, വേണ്ട. വിട്. എന്റെ ഈശ്വരാ, അച്ഛൻ കൈ എടുക്കൂ. എന്താ ഈ കാണിക്കുന്നത്? പറയട്ടെ. ഇങ്ങോട്ട് എടുക്ക്. നിങ്ങൾ സ്വയം വെടിവെച്ച് മരിച്ച എല്ലാ പ്രശ്നങ്ങളും തീരോ? തീർക്കേണ്ടതേ അവളെയാ. കഴിയുമെങ്കിൽ അത് ചെയ്യാൻ നോക്ക്. അച്ഛന്റെ പ്ലാനെല്ലാം തകർത്ത് തരിപ്പണാക്കിയതേ അപ്പച്ചിയാ. മിന്നൽ രാജുവിനെ കൊന്ന കുറ്റത്തിന് ഞാനങ്ങനെ അകത്ത് പോയാ നിങ്ങൾ രണ്ടുപേരും പിന്നെ ഈ വീട്ടിൽ വാഴിക്കില്ല. ദർശനം നിങ്ങളെ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അതിനേക്കാൾ നല്ലത് ഞാനങ്ങ് മരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. കേസിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടത് മാത്രമല്ല, എന്റെ ചേച്ചിയെ കൊണ്ട് കുറ്റം ഏറ്റെടുപ്പിച്ചു. ചേച്ചി ജയിലായി കഴിഞ്ഞ പിന്നെ മരുവത്തൂരിലെ ഭരണമെല്ലാം അവൾ നേരിട്ടങ്ങാവും. അവളെ ദ്രോഹിച്ച പോലീസിനെയും എല്ലാം അവൾ അകത്താക്കി. മിന്നൽ രാജുവിനെ കൊന്നവരിൽ 2 ഗുണ്ടകളെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. അവരെങ്ങനെ പോലീസിന്റെ കസ്റ്റഡി കിട്ടിയ അതോടെ എല്ലാം തീരും. എല്ലാ സത്യവും തെളിയും. അവര് ചേച്ചിയെ വെറുതെ വിടും, പകരം എന്നെ ശിക്ഷിക്കും. നീ ആ തോക്കിങ് തന്നെ നിങ്ങൾ ജയിലിൽ പോണ്ട. എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാം. കൂട്ടത്തിൽ ആ ദർശനയെ കൂടെ ഈ തോക്ക് കൊണ്ട് വെടിവെച്ച് കൊല്ലും ഞാൻ. കൊലപാതകം ഒന്നായാലും അതിലധികമായാലും ശിക്ഷ ഒന്നല്ലേ വരൂ. തൂക്ക് കയർ. അതിന് ഞാൻ തയ്യാറാ. ഞാൻ ജയിലിൽ പോയാലും എന്റെ മോളെ നിങ്ങളെ നന്നായിട്ട് നോക്കിയാൽ മതി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ദർശന ചെയ്ത കുറ്റം ഏറ്റുകൊണ്ട് അപ്പച്ചി ജയിലിൽ പോയി. ദർശനയ്ക്ക് IPS കിട്ടാതിരിക്കാനുള്ള അച്ഛന്റെ ആഗ്രഹങ്ങൾ മുടങ്ങി. അച്ഛൻ ഇപ്പൊ എന്താ വേണ്ടത്? ദർശന IPS ആവരുത്, അത്രയല്ലേ ഉള്ളൂ. അതെ, എനിക്കത് തന്നെ വേണ്ടത്. മിന്നൽ രാജുവിനെ കൊന്നത് അപ്പച്ചിയാണെന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥ പ്രതിയെ കിട്ടി. ദർശനയ്ക്കിപ്പോ അച്ഛന്റെ മേലൊരു സംശയം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉറപ്പിക്കാനായിട്ട് ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം അവളത് പോലീസിന് കൈമാറിയേനെ. പോലീസ് അച്ഛനെ തൂക്കിയെടുത്ത് അകത്തിട്ടേനെ. മോള് പറഞ്ഞതാ ശരി. ഇപ്പം നമ്മൾ കാത്തിരിക്കണം. സമയം വരുമ്പോ അവളുടെ ചങ്കിനിട്ടടിക്കണം.